നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു കുറഞ്ഞ പോളിംഗ് ശതമാനം. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ഒരിക്കലും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതേസമയം ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണച്ചുവെന്നും ആരെ തളർത്തി എന്നതുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴിതാ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് BJPയെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന ഒരു വിഭാഗം വാദിക്കുകയാണ്. മറ്റു ചിലരാവട്ടെ ഇത് കോൺഗ്രസിനെ ആയിരിക്കും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് എന്ന് വാദിക്കുന്നവരാണ്. അതിനവർ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട വാലിഡായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, BJP ഒരു കേഡർ സംവിധാനമുള്ള, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാനുള്ള എല്ലാ സംഘടനാ സംവിധാനവും അവർക്കുണ്ട്. BJPയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെയും വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ കേഡർ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ BJP അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇത് ബാധിക്കില്ല എന്ന് BJP അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാരണമുണ്ട്, ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാവുന്ന നേരിയ വ്യത്യാസങ്ങൾ പോലും ഫലങ്ങളെ മാറ്റിമറിച്ചേക്കാം എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടി ദേശീയ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേഠിയിലെ ഫലം തന്നെയാണ് അവർ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 2014 52.38% പോളിംഗ് ആണ് അമേഠിയിൽ രേഖപ്പെടുത്തിയത്. ആ സമയത്ത് അവിടെ വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. 2019 എത്തിയപ്പോൾ 54.05% പോളിംഗ് ശതമാനം ഉയരുന്നു. 2% വർധനമാണ് ഉണ്ടായത്. പക്ഷേ ഈ 2% നേരിയ വർധനമാണ് ഉണ്ടായത് എങ്കിൽ പോലും ഫലം മാറി മറിയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നും വിജയിച്ചു കയറുന്നത് BJPയുടെ സ്മൃതി ഇറാനിയാണ്. ഈ പോളിംഗ് ശതമാനത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ഒരുപക്ഷെ ഫലത്തെ കാര്യമായി ബാധിച്ചേക്കാം, ഈ ഫലം തകിടം മറിച്ചേക്കാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അധികവും ഉള്ളത്. നിലവിൽ എന്തായാലും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണച്ചു എന്നുള്ള വലിയ കാത്തിരിപ്പിൽ കൂടിയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് ഈസിന്റെ മലയാളം.